എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം എന്ന എൻ്റെ ഗ്രന്ഥത്തെ ആധാരമാക്കിക്കൊണ്ട് കഴിഞ്ഞ തിരുവോണ ദിവസം മുതൽ നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരയുടെ 18ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവത്ഗീത 2ാം അധ്യായം സാഖ്യയോഗമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 38ാമത്തെ ശ്ലോകം ചൊല്ലി വിശദീകരിച്ചാണ് കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത്. സുഖം ദുഃഖം, ജയം പരാജയം, ലാഭം നഷ്ടം തുടങ്ങിയ വിപരീത ഭാവങ്ങളെ തുല്യതയോടെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സമമായി കണ്ടുകൊണ്ട് കർമ്മം ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. അങ്ങനെയായാൽ അർജുനനെ പാപം ബാധിക്കുകയില്ലത്രേ. വിപരീത ഭാവങ്ങളോട് നമുക്ക് തോന്നാവുന്ന ഇഷ്ടവും ഇഷ്ടക്കേടുമാണ് നമ്മുടെ മാനസിക സംഘർഷത്തിനും തദ്വാരായുള്ള കർമ്മ വിമുഖതയ്ക്കും കാരണമാകുന്നത്. ഈ ഇഷ്ടവും ഇഷ്ടക്കേടും തോന്നിപ്പിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് ഈ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ സൃഷ്ടിക്കുന്നത്. എന്നാൽ ബുദ്ധി അങ്ങനെയല്ല. ബുദ്ധി ഒരു കാര്യത്തെ കൃത്യമായ രീതിയിൽ വിശ്ലേഷണം ചെയ്തുകൊണ്ട് അതിൻ്റെ തെറ്റും ശരിയും അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാനാണ് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി നിർത്തിയാൽ മാത്രമേ നമുക്ക് വിപരീത ഭാവങ്ങളെ, അതായത് ലാഭം നഷ്ടം, സുഖം ദുഃഖം, മാനം അപമാനം തുടങ്ങിയ ഈ വിപരീത ഭാവങ്ങളെ സമമായി കാണാനും നമ്മുടെ മനസ്സിനെ നേരെ നിർത്താനും കഴിയും. അത് ആത്മീയ സാധനയിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എങ്ങനെയാണ് അടക്കി നിർത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് ബുദ്ധിയുടെ പ്രയോഗത്തിലൂടെയാണ്. അതായത് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇനി അടുത്ത പല ശ്ലോകങ്ങളിലും പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ അവൻ്റെ വിവേക ബുദ്ധി അല്ലെങ്കിൽ വിവേചന ബുദ്ധി, ഡിസ്ക്രിമിനേറ്ററി ഇൻ്റലക്റ്റ് പ്രയോഗിക്കുന്നതിലൂടെ മാത്രമേ മനസ്സിനെ നേരെ നിർത്താൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ സാമ്യാവസ്ഥയിലുള്ള മനസ്സിനെ, അതായത് വിപരീത ഭാവങ്ങളെ സമമായി കാണുന്ന അവസ്ഥയിലേക്ക് മനസ്സെത്തി മനസ്സ് കാര്യങ്ങളെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ട് അതിനോട് പ്രത്യേകിച്ച് ദ്വേഷമോ രാഗമോ ഇല്ലാതെ, പ്രത്യേകിച്ച് ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ലാതെ എന്താണോ ഒരാൾ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്നത് ഈ ഉറച്ചൊരു മനസ്സാണ്. അത് ബുദ്ധിയുടെ പ്രയോഗത്തിലാണ് നേടാൻ പോകുന്നത്. അപ്പോൾ വിപരീത ഭാവങ്ങളെ തുല്യതയോടെ കാണാൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവയുടെ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവാൻ നമുക്ക് കഴിയും. ഈ വിപരീത ഭാവങ്ങളെ ഇങ്ങനെ വിപരീതമായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ ഒരു സ്വഭാവം കൊണ്ടാണ് നമുക്ക് മനസ്സുറയ്ക്കാത്തത്. പക്ഷേ നമ്മുടെ ഈ ബുദ്ധിയുടെ പ്രയോഗത്തിലൂടെ ഇഷ്ടവും ഇഷ്ടക്കേടുമില്ല, എനിക്ക് വെറുപ്പുമില്ല, അനാവശ്യമായ സ്നേഹവുമില്ല ഒരു കാര്യത്തിനോട് എന്നുള്ള ഒരു മനസ്ഥിതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, പക്ഷേ അതിന് ബുദ്ധി വേണം. ബുദ്ധിയാണത് പറഞ്ഞു തരേണ്ടത്. അത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ നമ്മളെ ബന്ധിപ്പിക്കുന്നത് എപ്പോഴും ഈ നമ്മുടെ ഇഷ്ടവും ഇഷ്ടക്കേടുകളുമാണ്. ഇഷ്ടവും ഇഷ്ടക്കേടുമില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനസ്സങ്ങ് നേരെ നിൽക്കും. അപ്പോൾ വിപരീത ഭാവങ്ങളെ തുല്യതയോടെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അവയുടെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാവും. മനസ്സിൻ്റെ ഈ സാമ്യാവസ്ഥയാണ് നീ നേടേണ്ടത്. അങ്ങനെയായാൽ മറ്റു ചിന്തകളൊന്നും അലട്ടാതെ നിനക്ക് നിന്റെ സ്വധർമ്മമായ യുദ്ധത്തിൽ ഏർപ്പെടാൻ കഴിയും. ആത്മസംതൃപ്തി നൽകുന്നതും ആനന്ദദായകവുമായ സ്വധർമാചരണം ആർജിതമായ വാസനകളെ കഴുകിക്കളഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി കർമ്മബന്ധനം അഴിക്കാൻ കാരണമാകും എന്നതിനാൽ അത് പാപമുക്തമാണെന്ന് പറഞ്ഞിരിക്കുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ മനുഷ്യർ ചെയ്യുന്ന പരധർമ്മപ്രകാരമുള്ള കർമ്മങ്ങൾ മനസ്സിൻ്റെ വാസനാമാലിന്യത്തെ വർദ്ധിപ്പിച്ച് കർമ്മബന്ധനം ഉണ്ടാക്കുമെന്നതിനാൽ അത് പാപമായും ഭവിക്കുന്നു. ഈ പുണ്യപാപങ്ങളെക്കും സ്വർഗനരകങ്ങളെക്കുറിച്ചും മറ്റും കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ വളരെ വിശദമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഇനി ആ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് നമ്മൾ ഈ കാണുന്ന ചുമ്മാ വികാരതലത്തിലുള്ള ഭക്തിയും കാര്യമൊന്നുമല്ല ഈ ഭഗവത്ഗീത പറഞ്ഞു വെക്കുന്നത്. ഈ ബുദ്ധിയുടെ പ്രയോഗത്തിലൂടെ മനുഷ്യന്
അവൻ്റെ ജീവിതത്തിനെ നേർവഴിക്ക് നയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ ചിത്രം തന്നെ. ശ്രീകൃഷ്ണനാണ് അവിടെ ബുദ്ധി, അശ്വങ്ങളാണ് അവിടെ ഇന്ദ്രിയങ്ങൾ, മനസ്സാണ് അതിൻ്റെ കടിഞ്ഞാൺ, ശരീരമാണ് ആ രഥം, അതിനുള്ളിലിരിക്കുന്ന ജീവാത്മാവാണ്. അപ്പം ജീവാത്മാവിൻ്റെ അല്ലെങ്കിൽ രഥത്തിൻ്റെ ഉടമസ്ഥൻ്റെ രക്ഷ എന്ന് പറയുന്നത് ഈ കുതിരകളെ നയിക്കുന്ന കൃഷ്ണൻ എന്ന ബുദ്ധിയിലാണ് എന്ന് കഠോപനിഷത്തിൻ്റെ രഥകൽപ്പന എന്ന മന്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ ഈ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈശ്വരൻ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കഴിവാണ് ചിന്തിക്കാനുള്ള കഴിവ്, ബുദ്ധി ഉപയോഗിക്കാനുള്ള കഴിവ്. ആ ബുദ്ധിയുടെ ഉപയോഗം വളരെ 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 കുറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് ഇന്ന് നമ്മുടേതെന്ന് അത് നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. അതിനകത്ത് ആരും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ സകല ചിന്തകളും വികാരപരമാണ്, വിചാരപരമല്ല. വികാരം എന്ന് പറഞ്ഞാൽ ഇമോഷൻസാണ്. ഇമോഷൻസിന് ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞതല്ല, ഇമോഷൻസാണ്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ പോലും യുക്തി അല്ലെങ്കിൽ ബുദ്ധി ചെലുത്തണം എന്നാണ് നമ്മുടെ ശാസ്ത്രം നമ്മളോട് പറയുന്നത്. നമ്മളല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതിൻ്റെ പുറകെ പോകുന്ന ആളുകളായിട്ട് മാറരുത്. അങ്ങനെ മാറുന്നതിൻ്റെ ഒരു ദുരവസ്ഥയാണ് നമ്മൾ ചുറ്റും കാണുന്നത്. അതിനൊക്കെ നമുക്കൊരു ചെറിയ മാറ്റമെങ്കിലും വരുത്താൻ കഴിയണമെങ്കിൽ ഇതിനെയൊക്കെ ശരിക്കും മനസ്സിലാക്കി ഉള്ളിലേക്ക് ആവാഹിക്കണം. നമ്മൾ ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന അല്ലാത്ത ഒരു ആത്മീയ ശാസ്ത്രം നമുക്കുണ്ട്, ഈ ഭാരതത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണം. അത്രമാത്രം. ശരി, നമുക്ക് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 39. യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹസ്യസി. അർത്ഥം: അല്ലയോ അർജുന, ഇതുവരെ ഞാൻ നിനക്ക് ഉപദേശിച്ചത് ആത്മതത്വപരമായ സാഖ്യബുദ്ധിയാണ്. ഇനി യോഗബുദ്ധിയെ കേട്ടുകൊള്ളുക. ഈ അറിവോടുകൂടി നീ കർമ്മബന്ധനത്തെ ഉപേക്ഷിക്കുന്നതാകും. കാര്യങ്ങൾ എന്താണെന്നുള്ളത് കഴിഞ്ഞ 10-20 ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യന് പ്രകൃതിപരമായി പ്രകൃത്യ ചില കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. അങ്ങനെ മനുഷ്യൻ അപൂർണനാണ്. പക്ഷേ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനാണ്. അപ്പം മനുഷ്യന് എന്തുകൊണ്ടാണ് ഈ അപൂർണത വരുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഒരു മനസ്സുണ്ട്. മനുഷ്യനെ സ്വാർത്ഥപരമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനസ്സുണ്ട്. അവിടെ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. ഈ വേദാന്തത്തിൻ്റെ ഒന്നും ആവശ്യം ഒരു മൃഗത്തിനും വരുത്തില്ല. നമ്മുടെ ഈ സ്വാർത്ഥപരമായ ചിന്തകൾ കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമ്മളെ ഈ ലോകത്തിലേക്ക് കൂടുതൽ കൂടുതൽ കെട്ടിയിടുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടത്തില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഒരു പക്ഷിയെപ്പോലെ, നമുക്ക് ആകാശത്തിൽ പറക്കുന്ന പക്ഷിയെപ്പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മോക്ഷത്തിലേക്ക് പോകാനൊക്കത്തുള്ളൂ. അതിനർത്ഥം നമ്മളെ ഈ ലോകത്തിലേക്ക് കെട്ടിയിടുന്ന ഈ കർമ്മങ്ങൾ, അതായത് സ്വാർത്ഥപരമായി ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിനെ വിമുക്തമാക്കി ഒരു അങ്ങനെ എത്രമാത്രം നമ്മൾ മുക്തമാക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ഫ്രീഡം നമുക്ക് കിട്ടും. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മൾ ഈശ്വരാവസ്ഥയിലേക്ക് പുരോഗമിക്കുകയാണ്. അതിനർത്ഥം ഒരു തങ്കപ്പെട്ട മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് തന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നല്ല ഈ വളരെ കുറ്റങ്ങളും കുറവുള്ള മനുഷ്യൻ്റെ ആ തലത്തിൽ നിന്ന് പൂർണ്ണനായ മനുഷ്യനിലേക്ക് വികാസം പ്രാപിക്കാനായിട്ടുള്ള പദ്ധതികളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്വധർമാചരണം എന്ന് പറയുന്ന ഒരെണ്ണം കണ്ടു, സ്വധർമ്മം ചെയ്യണമെന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു മനസ്സിൻ്റെ സമസ്ഥിതി എന്ന് പറയുന്നു, അതായത് സാമ്യാവസ്ഥ, ഒന്നിനോടെയും വെറുപ്പും വളരെ സ്നേഹവും എന്നുള്ളൊരവസ്ഥ ഇല്ലായ്മ. അതിനെയാണ് അങ്ങനെ 2 എണ്ണം പറഞ്ഞു. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, പ്രകൃത്യാ ഉള്ളതും നമ്മൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളതുമായ ധാരാളം മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെ വാസനാ മാലിന്യം എന്നൊക്കെ പറയുന്നത് ഈ വേദാന്തത്തിൽ. അത് പതുക്കെ നീങ്ങി പോവും. അപ്പം നീങ്ങുന്നത് എങ്ങനെയാണ്? ഈ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മാലിന്യങ്ങളെ എങ്ങനെയാണ് നാം മാറ്റുന്നത്? ക്ലീനിങ് പ്രോസസ്സാണ് ഈ പറഞ്ഞത്. ഈ ആത്മീയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ക്ലീൻ ചെയ്യുന്ന വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ്.
അത് ആ വൃത്തിയാക്കലിൻ്റെ തലം കൂടി 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 അങ്ങേയറ്റം വൃത്തിയാകുമ്പോൾ ആ ഏറ്റവും വൃത്തിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനായിട്ട് തീരും. ഇതാണ് നമ്മുടെ ഈ ആത്മീയ സാധനയുടെ പുരോഗമന പദ്ധതി. അങ്ങനെയാണ് ഇത്. ഈ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആത്മീയതയെക്കുറിച്ച് മറ്റ് വളരെ വ്യത്യസ്തമായ ഒരു തലത്തിൽ വെളിയിലൊരു ഈശ്വരനുണ്ടെന്നും ആ ഈശ്വരൻ എന്തെങ്കിലും പൈസ വല്ലതും കൊടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും മീഡിയേറ്ററിൽ കൂടെ നമ്മളെ പുള്ളിയെ സ്വാധീനിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു ആത്മീയതയിൽ നിൽക്കുന്നവരാണ് കൂടുതൽ പേരും. അപ്പം അവരോട് ഈ ഭഗവത്ഗീതയുടെ ശാസ്ത്രമൊക്കെ പറയുക എന്ന് പറയുമ്പം കുറച്ച് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് മനുഷ്യർക്ക് മനുഷ്യരുടെ കുറ്റമല്ല, കാലാകാലങ്ങളായിട്ട് മനുഷ്യർ ചില ചിന്താ പദ്ധതികളിൽ നിൽക്കുകയാണ്. കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല ആളുകൾ എന്നുള്ളത് വളരെ ഒരു കഷ്ടകരമായൊരവസ്ഥയാണ്. എന്നാൽ ഭഗവത്ഗീതയുടെ ഈ വൈകാരികമായ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പഠിപ്പീര് കാരണം ഈ ഭഗവത്ഗീത മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമാണങ്ങളെ പലതും തമസ്കരിക്കപ്പെടുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനപരമായ കാര്യം എന്നുള്ള വിധത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പം ഈ 39-ാം ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതുവരെ അർജുന ഞാൻ നിനക്ക് ഉപദേശിച്ചത് സാഖ്യബുദ്ധിയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് യോഗബുദ്ധിയാണ്. അപ്പം സാഖ്യബുദ്ധി എന്തിനാണ് പറയുന്നത്? ഈ ശരീരത്തിൻ്റെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയാനുള്ള പരിപാടികളുടെ പല 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 വഴികളാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ സാഖ്യബുദ്ധി എന്ന് പറഞ്ഞാൽ ചിന്തയിലൂടെ, അതായത് നിങ്ങൾ കൂടുതൽ എന്താണ് നന്മ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇതിനൊക്കെ പ്രമാണങ്ങളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം പഠിച്ച് ആ മാതിരി ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അത് നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെ വ്യവച്ഛേദിച്ച് കഴിഞ്ഞ് എങ്ങനെയാണ് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ തന്നെ തീരുമാനിക്കും, ഞാനത് പാടില്ല, ആ ഒരു ഉറച്ച നിലപാടിലേക്ക് എനിക്ക് വരാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് ബുദ്ധിപരമായ ചിന്തകളിലൂടെ അനാലിസിസിലൂടെ ആ അവസ്ഥയിലേക്ക് വന്ന് എൻ്റെ വ്യക്തിത്വത്തെ ക്ലീൻ ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ സാഖ്യബുദ്ധി എന്ന് പറയും. സാഖ്യപരമായിട്ടാണ് പോകുന്നത്. പക്ഷേ അത് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയത്തില്ല. ചിന്താതലത്തിൽ നിന്നുകൊണ്ട് വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. അത് കാരണം എന്തെന്ന് വെച്ചാൽ ഓരോ മനുഷ്യർക്ക് അവരുടേതായ പ്രകൃതങ്ങളുണ്ട്. അവർക്ക് മനസ്സിലിപ്പം ഒരാളിനെ മാത്തമാറ്റിക്സ് മനസ്സിലാകുമെങ്കിൽ വേറൊരു വ്യക്തിക്ക് മാത്തമാറ്റിക്സ് ഒട്ടും തന്നെ മനസ്സിലാകില്ല. അങ്ങനെയാണ് സൃഷ്ടി. അപ്പോൾ നമ്മളതിനെ ഒരാളുടെ കുറവായിട്ടല്ലത് കാണേണ്ടത്. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ചിന്തയിലൂടെ, മനനത്തിലൂടെ, പഠനത്തിലൂടെ മാത്രം കാര്യങ്ങളെ നേരാവണ്ണം കാണാൻ കഴിവ് നേടുക എന്ന് പറയുന്നത് എല്ലാവർക്കും നടക്കുന്നതല്ല. അത് സമൂഹത്തിൽ കുറച്ച് പേർക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരിക്കും, അവരത് ചെയ്യട്ടെ. അതിനാണ് സാഖ്യബുദ്ധി. ഇപ്പോൾ അർജുനനോട് പറയുന്നത്, ഞാൻ ഇതുവരെ എന്നോട് പറഞ്ഞത് ഈ ആത്മജ്ഞാനപരമായ കാര്യങ്ങൾ, തത്വചിന്തകൾ ഒക്കെയാണല്ലോ പറഞ്ഞത്. ആത്മാവിനെക്കുറിച്ചും ആത്മാവിനാരും കൊല്ലാൻ കഴിയില്ല, ആ മാതിരിയുള്ള വലിയ വലിയ തത്വങ്ങളാണല്ലോ പറഞ്ഞത്. ഇതൊക്കെ സാഖ്യം ആണ്. അതൊക്കെ പറഞ്ഞപ്പോൾ അർജുനൻ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടുള്ളതായിട്ട് കൃഷ്ണന് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഇനി ആ വഴി വിടുകയാണ്. സാഖ്യപരമായ ചിന്ത പറഞ്ഞു, ഞാനിനി യോഗബുദ്ധി പറയാൻ പോവാണ്. എങ്ങനെയാണ് നിൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നീ നിയന്ത്രിച്ച് നിൻ്റെ വാസനാമാലിന്യങ്ങളെ അല്ലെങ്കിൽ നിന്റെ കർമ്മബന്ധനങ്ങളെ, എന്നാൽ ഈ വേദാന്തപരമായിട്ട് പറയുമ്പോൾ കർമ്മബന്ധനങ്ങളെ എങ്ങനെയാണ് അഴിക്കേണ്ടത്, അങ്ങനെ അഴിച്ചാൽ മാത്രമേ നിനക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി അവസാനം എത്തിച്ചേരേണ്ട പരമപദം, അതായത് മോക്ഷപ്രാപ്തി അല്ലെങ്കിൽ ഈ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിൻ്റെ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നൊക്കെ അതുകൊണ്ട് കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം എന്ന് ഭാഗവത കീർത്തനത്തിൽ പറഞ്ഞതാണ്. ഈ കർമ്മബന്ധനങ്ങൾ നമ്മളിങ്ങനെ ഈ ലോകത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കർമ്മബന്ധനങ്ങളെല്ലാം അഴിച്ചാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവാത്മാവിനെ ഈ പരമാത്മ തലത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതാണ് എൻ്റെ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ യോഗബുദ്ധി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഗബുദ്ധി എന്ന് പറയുന്നത് കുറേ ആളുകൾക്ക് കർമ്മം ചെയ്തുകൊണ്ട് ഈ അക്കുമുലേറ്റഡ് ആയിട്ടുള്ള വാസനാ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. നമ്മുടെ വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കാൻ, ആത്മീയമായിട്ട് ശുദ്ധീകരിക്കാൻ കഴിയുന്നതാണ് കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്.
അവിടെയും ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പം എവിടെയാണെങ്കിലും സാഖ്യമാണെങ്കിലും ശരി, യോഗമാണെങ്കിലും ശരി, ബുദ്ധി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയുടെ പ്രയോഗമില്ലാതെ ഇതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. നിങ്ങളെ നന്നാക്കണമെങ്കിൽ, സ്വയം നന്നാകണമെങ്കിൽ ബുദ്ധിയുടെ പ്രയോഗമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. എന്തെങ്കിലും വെറുതെ വിശ്വസിച്ചിട്ടോ എവിടെയെങ്കിലും കൊണ്ട് പൈസ കൊടുത്തിട്ടോ വഴിപാട് ചെയ്തിട്ടോ ഒന്നും നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഒക്കുമെന്ന് ആത്മീയശാസ്ത്രം പറയുന്നില്ല. അത് സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ യോഗം എന്ന് ഈ ഭഗവത്ഗീതയുടെ എല്ലാ ഭാഗങ്ങളിലും കേൾക്കുന്നുണ്ട്. അർജുന വിഷാദ യോഗം, സാഖ്യയോഗം, കർമ്മയോഗം, ഇങ്ങനെ യോഗമായിട്ടാണ്. ഇതാണ് യോഗം എന്ന് പറഞ്ഞാൽ. യോഗം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കുന്നത് യുജ എന്ന് പറയുന്ന ഒരു സംസ്കൃത ധാതുവിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പദമാണ് യോഗം. അതിനെ യോജിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ആത്മീയപരമായിട്ട് നമ്മൾ പറയുമ്പോൾ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുന്ന ആ പദ്ധതിക്കാണ് ഈ യോഗം എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യോഗത്തിന് തന്നെ ഭഗവത്ഗീത വേറെ 2-3 അർത്ഥതലങ്ങൾ തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാം. നമുക്കിതൊരു ഒരു പൊതുവേ ഉള്ളൊരു ധാരണയ്ക്കായിട്ട് പറയുകയാണ്. ഈ യോഗം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ജീവാത്മാവിനെ പരമാത്മതലത്തിലേക്ക് ശുദ്ധീകരിച്ചതിന് ശേഷം അതിനോട് യോജിപ്പിക്കുന്നതിന്. അത് സൂക്ഷിക്കണം. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ജീവാത്മാവ് ഈ പരമാത്മാവിൻ്റെ തലത്തിലുള്ള ശുദ്ധതയിലല്ല നിൽക്കുന്നത്. ഈ ശരീരത്തിൽ വസിക്കുന്നത് കാരണം ആത്മാവിന് ചില കളങ്കങ്ങൾ ഏൽക്കുന്നുണ്ട്. ഈ കളങ്കങ്ങളെ നീക്കുന്ന പരിപാടിയാണ് ഈ ആത്മീയ സാധന. അതിനാണ് ഈ സാഖ്യബുദ്ധി, ഈ യോഗബുദ്ധിയെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി പറയുന്നത് നിനക്ക് ഞാൻ യോഗബുദ്ധി പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യോഗബുദ്ധിയെ ബുദ്ധിയോഗമെന്നും പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കർമ്മഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യാൻ കഴിയുന്നതിനെയാണ് ഈ ബുദ്ധിയോഗം എന്ന് പറയുന്നത്. അങ്ങനെ കഴിയണമെങ്കിൽ നാം കർമ്മഫലത്തെ ത്യജിക്കാൻ കഴിയണം. അതായത് കർമ്മഫലം ആഗ്രഹിക്കാതെ നിഷ്കാമമായിട്ട് ഒരു കർമ്മം ചെയ്യുമ്പോഴാണ് അതിനെ കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം എന്ന് പറയുന്നത്. ഈ കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ടൊരു കർമ്മം ചെയ്യണമെങ്കിൽ ഈ വിവേചന ശക്തി നൽകുന്നത്, അതായത് എനിക്ക് കർമ്മഫലമൊന്നും വേണ്ട, എനിക്കൊരു ഫലവും വേണ്ട, ഞാൻ എൻ്റെ കർമ്മം ചെയ്യും എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തണമെങ്കിൽ വെറുതെ അങ്ങ് എത്താനൊക്കത്തില്ല. നമ്മൾ വെറുതെ ചിന്തിക്കുകയാണ് ഞാൻ അങ്ങനെ എത്തും, അങ്ങനെ എത്തത്തില്ല. നമ്മുടെ മനസ്സ് സ്വാർത്ഥപരമായി നമ്മളെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ശക്തി വളരെ ശക്തമാണ്. നമ്മുടെ സ്വാർത്ഥതയുടെ ശക്തി എന്ന് പറയുന്നത് അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ട് ഒഴുക്കിനെതിരെ നീന്തുകയാണ് വേണ്ടത്. ആ ഒഴുക്കിനെതിരെ നീന്താനുള്ള നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ബുദ്ധിയാണ്. മുകളിൽ പരാമർശിച്ച വിപരീത ഭാവങ്ങളെ സാമ്യാവസ്ഥയിൽ കാണാനുള്ള കഴിവ് നൽകുന്നതും ഈ ബുദ്ധിയാണ്. കർമ്മയോഗത്തെക്കുറിച്ചുള്ള അറിവ് കർമ്മബന്ധനങ്ങളിൽ നിന്നും അർജുനനെ മുക്തമാക്കുമത്രേ. ഈ അറിവോടെയുള്ള ധർമ്മത്തിൻ്റെ അല്പമാത്രമായ ആചരണം പോലും വലിയ ഭയത്തിൽ നിന്നും ഒരുവനെ രക്ഷിക്കാൻ പോകുന്നത് ആകുന്നു എന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഈ ബുദ്ധിയോഗപരമായി അല്ലെങ്കിൽ കർമ്മയോഗപരമായി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥലേശമില്ലാതെ, ഫലാകാംക്ഷയില്ലാതെ, ഫലത്തിൽ ആഗ്രഹം വെക്കാതെ നിഷ്കാമമായി ചെയ്യുന്ന കർമ്മത്തിൻ്റെ അല്പമാത്രമായ ആചരണം പോലും ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കാൻ പോകുന്നതാകുന്നു എന്നതാണ് അടുത്ത ശ്ലോകം പറയുന്നത്. ആ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. നേഹാവിക്രമനാശോസ്തി പ്രത്യാവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അതായത് അർത്ഥം, ഈ കർമ്മയോഗനിഷ്ഠയിൽ തുടങ്ങിവെച്ച കർമ്മത്തിനൊന്നും നാശമില്ല. ഈ ധർമ്മത്തിൻ്റെ അത്യല്പമായ ആചരണം പോലും വലിയ ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നു. അതായത് മനുഷ്യൻ്റെ ഭയം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യന് ഉണ്ടാകുന്ന ഭയം എന്താണ്? സാധാരണ മനുഷ്യരുടെ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്, അല്ലേ? പക്ഷേ ഹൈന്ദവ തത്വശാസ്ത്രം അനുസരിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന വേദാന്ത തത്വശാസ്ത്രം അനുസരിച്ച് അങ്ങനെ ഭയത്തിൻ്റെ കാര്യമില്ല. കാരണം ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ആത്മാവിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഈ കൂട്, ഈ ജഡമായ ശരീരം മാത്രമാണ് വീഴുന്നത്. ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ നിങ്ങളോ ഞാനോ ഒന്നും ഒരിക്കലും മരിക്കുന്നില്ലെന്നാണ് നമ്മുടെ വേദാന്ത ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇനി മരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് അനാവശ്യമായിട്ട് ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് നമ്മളെ ഈ ഭയപ്പെടുത്തുന്നത്? ഞാൻ
ഈ ജന്മത്തിൽ തന്നെ മുക്തനാകുമോ, അതോ ഇനി ഞാൻ പല 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 ജന്മങ്ങൾ എടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. അങ്ങനെ ജന്മങ്ങൾ എടുക്കേണ്ടി വരികയാണെങ്കിൽ സിദ്ധാന്തപരമായിട്ട് മനുഷ്യജന്മത്തിൽ കൂടി മാത്രമേ മോക്ഷം സാധ്യമാകൂ എന്ന് പറയുന്നുണ്ട്. അത് വീണ്ടും ഈ വിവേചന ബുദ്ധിയുടെ കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ചിന്തിക്കാൻ ശക്തിയുള്ള ഒരു ജീവജാലം മനുഷ്യനാണ്. അപ്പം ഞാനീ പറഞ്ഞതുപോലെ എനിക്കുള്ളിലുള്ള വ്യക്തിത്വത്തിലുള്ള കറകളെ മാറ്റി ഞാൻ ഈശ്വര രൂപിയാകണം, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ തലത്തിലേക്ക് ഉയരണം എങ്കിൽ ഈ ബുദ്ധിശക്തി കൊണ്ട് മാത്രമേ കഴിയൂ. അത് മറ്റുള്ള മൃഗങ്ങൾക്കില്ല. അതുകൊണ്ട് അവർക്കാർക്കും മോക്ഷത്തിന് സാധ്യതയില്ല. നമ്മുടെ ആത്മാവ് മനുഷ്യ ശരീരത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ അതിന് മോക്ഷം ലഭിക്കൂ എന്ന് പറയുന്നു. ഈ മോക്ഷം എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യമായ അവസ്ഥ, പൂർണ്ണമായ സംതൃപ്തിയുടെ ഒരു അവസ്ഥ, സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥ. നമുക്ക് ഒരു ഏറ്റവും ധനവാനായ ഒരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അവൻ 1000 കാറ് കാണും, 1000 ഫ്ലാറ്റ് കാണും, 1000 അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ഇത്രമാത്രം ടെൻഷനിലാണ് ജീവിക്കുന്നത്. ഇതെല്ലാം മാനേജ് ചെയ്യണ്ടായോ? അതേസമയം ഒരു ഉടുതുണി മാത്രമുള്ള ഒരു ഔവീന വസ്ത്രധാരിയായ ഒരു സന്യാസി, അവന് യാതൊരു വിഷമവുമില്ല. കാരണം പുള്ളിയുടെ കയ്യിലൊന്നുമില്ല, പുള്ളിയെ ഈ ലോകത്തിലേക്കൊന്നും ബന്ധിക്കുന്നില്ല. അപ്പം ഈ അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ മോക്ഷം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. ആ സ്വതന്ത്രനാകാൻ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ഈ ശാസ്ത്രം പറയുന്നത്. ഈ ശ്ലോകത്തിൽ തന്നെ നമ്മൾ കണ്ടത് നേഹാഭിക്രമനാശോസ്തി പ്രത്യാവായോ ന വിദ്യതേ സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാതെന്നാണ് പറഞ്ഞത്. അപ്പം ഈ പറഞ്ഞത് ഈ കർമ്മയോഗപ്രകാരം അല്ലെങ്കിൽ ബുദ്ധിയോഗപ്രകാരം കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അല്പമാത്രമായ ആചരണം കുറച്ചൊക്കെ നിങ്ങൾ ചെയ്താൽ പോലും അത് നമ്മുടെ ഈ ഭയം, അതായത് എനിക്ക് മോക്ഷം കിട്ടുമോ എന്നുള്ള ഭയത്തിനെ ഇല്ലാതാക്കാൻ വളരെ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കർമ്മത്തിന് അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് കർമ്മം നിർത്തിയാലുണ്ടാകുന്ന നാശത്തിനെയാണ് ഈ അഭിക്രമനാശം എന്ന് പറയുന്നത്. ചിലർ പറയത്തില്ലേ, ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ പാപമാകൂ എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പറയുന്നത് അതിനാണ് ഈ അഭിക്രമനാശമോ എന്ന് പറയും. ഇടയ്ക്ക് വെച്ച് കർമ്മം നിർത്തിയാലുണ്ടാകുന്ന നാശം. പിന്നെ പ്രത്യാവായ ദോഷം എന്ന് പറയുന്നത് ഇത് ഈ ശ്ലോകത്തിൽ വരുന്നുണ്ട്. അത് ശരിക്കും മുറ പോലെ കർമ്മം ചെയ്യാഞ്ഞാൽ വരാവുന്ന ദോഷം. ചില കർമ്മങ്ങളൊക്കെ ഉണ്ട്, ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ചിലപ്പം തെറ്റായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാപം ഉണ്ടാകുമെന്നുള്ള ഭയമുണ്ട്. അപ്പം ഭഗവത്ഗീത പറയുന്നത് ഈ 2 ഭയങ്ങളും, അതായത് ഇടയ്ക്ക് വെച്ച് കർമ്മം നിർത്തിയാലുണ്ടാകുന്ന നാശം എന്നുള്ള ഭയവും ശരിക്കും മുറ പോലെ കർമ്മം ചെയ്യാഞ്ഞാൽ വരാവുന്ന ദോഷം എന്നുള്ള ഭയവും ഈ 2ഉം നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങൾ കർമ്മയോഗപ്രകാരം അല്ലെങ്കിൽ ബുദ്ധിയോഗപ്രകാരം നിഷ്കാമമായ കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് 2ഉം നിങ്ങളെ യേശുകയില്ല. സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ എല്ലാം പേടി ഇതാണ്, അല്ലേ? ഓരോരുത്തർ പറയും, ഞാൻ ഇങ്ങനെ ചെയ്ത കർമ്മം ചെയ്താൽ എൻ്റെ പകുതി വെച്ച് നിർത്തി, എനിക്കറിയത്തില്ല എന്ത് സംഭവിക്കുമെന്ന്. അങ്ങ് പേടിയാണ് നമുക്ക്. നമ്മൾ അത് വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തി അതുപോലെ ചെയ്യേണ്ടതുപോലെയാണ് ചെയ്തത്. മന്ത്രം ജപിച്ചത് കൃത്യമായിട്ടായിരുന്നു, ആ മന്ത്രത്തിലെ കായെന്നുള്ള ഇക്കായായി പോയി, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമാകുമോ? ഇങ്ങനെ നമ്മൾ വട്ടുപിടിച്ച് നടക്കുകയാണ്. ഭഗവത്ഗീത എന്തോ പറയുന്നത്? ഭഗവത്ഗീത പറയുന്നത് നിങ്ങൾ ഈ മാതിരി കാര്യങ്ങളൊന്നും വട്ടുപിടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വാർത്ഥലേശം ഇല്ലാതെ, ഫലാകാംക്ഷ കൂടാതെ, അനാവശ്യമായ ആഗ്രഹങ്ങളും മോഹങ്ങളും വെച്ച് കെട്ടി മറ്റുള്ളവനെ ദ്രോഹിക്കാതെ ബാധ്യസ്ഥമായി നിങ്ങളുടെ കർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാമോ? എങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനകത്തൊന്നും യാതൊരു വിലയും കൊടുക്കണ്ട. ഞാൻ ഈ കർമ്മം ചെയ്താൽ അത് ശരിയായിട്ടല്ലെങ്കിൽ എനിക്ക് പാപം വരുമോ? ഇനി ഞാൻ ഉച്ചരിച്ച മന്ത്രത്തിനകത്ത് തെറ്റുപറ്റിയതുകൊണ്ട് എനിക്ക് ദോഷം വരുമോ? ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇതൊന്നുമല്ല പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത്, ആ കർമ്മമാണ് നിങ്ങളുടെ തലയിലെടുത്ത് നിർണയിക്കാൻ പോകുന്നത് എന്ന് ഭഗവത്ഗീത കൃത്യമായിട്ട് ഇത് പറഞ്ഞു വെക്കുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭഗവത്ഗീതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ആഴമെത്ര ഗംഭീരമാണ്. എന്തുകൊണ്ടാണ് ഈ കൃതി ലോകത്തിലെ ആത്മീയ കൃതികളുടെ എല്ലാം മുകളിൽ അതിൻ്റെ മൗലിരത്നമായിട്ട് ഇങ്ങനെ പരിലസിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു അപാരമായ ഒരു ശാസ്ത്രമാണ് ഈ പറയുന്നത്. മനുഷ്യൻ അവനെ എങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ട് ലോകസംഗ്രഹത്തിന് മുതൽക്കൂട്ടാകണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, ഇന്നത്തെ ചർച്ച നമുക്ക് ഇവിടെ നിർത്താം. ഇനി വരുന്ന
ആഴ്ചകളിൽ നമുക്ക് ഭഗവത്ഗീതയുടെ കൂടുതൽ കാതലായ വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്കത് സാവകാശത്തിൽ പോകാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.